പക്ഷേ ഉക്രൈൻ റഷ്യ സംഘർഷം ഒരു 2-3 വർഷത്തിലധികമായി അതിങ്ങനെ വലിയ തീവ്രമായി നിലനിൽക്കുന്നു. ഇപ്പോൾ അത് നാറ്റോ സഖ്യം നേരിട്ട് ഉക്രൈനിൽ ഇടപെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിയന്ത്രിതമായി നടക്കുന്ന അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ മാത്രം പങ്കെടുക്കുന്ന യുദ്ധം ഒരു മഹായുദ്ധത്തിലേക്ക് വഴിമാറുമോ? തീർച്ചയായിട്ടും അതിൻ്റെ സൂചനയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ആശങ്കയാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ കാണിക്കുന്നത്. കാരണം നാറ്റോ സഖ്യം അറിയാലോ, നമ്മുടെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ വൻകിട രാജ്യങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു സഖ്യമാണ്. 32 രാഷ്ട്രങ്ങളുടെ അതിനകത്ത്. അതെനിക്ക് തോന്നുന്നത് 30 എണ്ണം യൂറോപ്യൻ രാജ്യങ്ങളുമാണ്, 2 എണ്ണം അമേരിക്കൻ രാജ്യങ്ങളാണ്, കാനഡ ഉൾപ്പെടെയുള്ള. ഈ 32 രാജ്യങ്ങൾ ചേരുക എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തിലെ വൻകിട ശക്തികളെല്ലാം ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു സഖ്യമാണ്. ആ സഖ്യമാണ് നാറ്റോ സഖ്യം. നാറ്റോ സഖ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഓരോ അംഗരാജ്യങ്ങൾക്കും സൈന്യമുണ്ട്, സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷാ സേന. ഈ അംഗരാജ്യങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പൊതു ശത്രുവിനെ പ്രഖ്യാപിച്ചാൽ അതിനുവേണ്ടി പൊതു സൈന്യമുണ്ട്. എല്ലാ അംഗരാജ്യങ്ങളുടെയും പൊതു പിന്തുണയോടുകൂടി സംഭരിക്കുന്ന സൈന്യമുണ്ട്. ആ സൈന്യത്തിനാണ് നാറ്റോ സൈന്യം എന്ന് പറയുന്നത്. മറ്റേത് ഓരോ അംഗരാജ്യത്തിനുള്ള സൈന്യമുണ്ട്. തീർച്ചയായിട്ടും അമേരിക്ക അതിൻ്റെ തലപ്പത്തുണ്ട്, ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ, എല്ലാ വൻകിട രാജ്യങ്ങളുണ്ട്, കാനഡയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന 32 വമ്പന്മാരുടെ 204 രാജ്യങ്ങളാണുള്ളത്. അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയുള്ള ഒരു 150 രാജ്യങ്ങളേ ഉള്ളൂ. അതിൽ ഏറ്റവും വമ്പന്മാരായ 32 പേരാണ്. ഇന്നലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായൊരു സംഭവ വികാസം, ഈ റഷ്യ യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും നടന്നിരുന്നു. പക്ഷേ അത് ചെവിക്കൊണ്ടതേയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഉക്രൈൻ്റെ ഭാഗത്ത് അമേരിക്ക പോയി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്നത് റഷ്യക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യ ഇതുവരെ ഒരു ട്രൂസിന്, ഒരു വെടിനിർത്തലിന് വഴങ്ങിയിട്ടില്ല. റഷ്യ യുദ്ധം തുടരുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അപ്പുറത്ത് സെലൻസ്കിയുടെ ഒരു ബലം എന്താണെന്ന് വെച്ചാൽ, സെലൻസ്കി സത്യത്തിൽ റഷ്യക്കെതിരായി യുദ്ധം ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് ഈ ഉക്രൈൻ വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ക്രീമിയക്കാരായ കുറേ റഷ്യൻ വംശജരാണ്. അവരുടെ ചെലവിലാണ് യുദ്ധം. അവർക്ക് വലിയ തോതിലുള്ള ആഗോള പിന്തുണയും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യുദ്ധം അങ്ങനെ നീണ്ടുപോവുകയാണ്. ഇന്ത്യ മാത്രമാണ് സമാധാനത്തിന് 2 കൂട്ടരും യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവർക്ക് കക്ഷി ചേരാനാണ് താല്പര്യം. ഈ ഘട്ടത്തിൽ ഇന്നലെ ഉണ്ടായൊരു വാദം, അമേരിക്കൻ പ്രസിഡന്റ് പലതവണ പറയുന്നു വെടിനിർത്തണം. അതിനുവേണ്ടി നമ്മൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ തന്നെ പുച്ചിനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ കേട്ടില്ല. അപ്പോൾ ഈ വെടിനിർത്തൽ സാധ്യമല്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ഒരുപക്ഷെ അമേരിക്ക തന്നെ പിന്നിൽ നിന്ന് കളിക്കുന്നതാവാം. ഇപ്പോൾ അമേരിക്ക മുന്നണിയിൽ നിൽക്കാതെ, നാറ്റോ സഖ്യം എന്ന് പറഞ്ഞാൽ പണ്ട് അമേരിക്കയാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ തന്നെയുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ നാറ്റോ സഖ്യത്തിലെ നാറ്റോ സേനയെ അയച്ചു കൊടുക്കാനും അമേരിക്കയില്ല. പക്ഷേ അമേരിക്കയില്ലാതെ നാറ്റോ സേന പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾ 10,000 പട്ടാളത്തെ ഉക്രൈനിലേക്ക് അയക്കും. എന്നിട്ട് റഷ്യയോട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ റഷ്യയെ ആക്രമിക്കാനൊന്നും വരുന്നില്ല, നേരിട്ട് യുദ്ധത്തിന് ഞങ്ങൾ പങ്കെടുക്കില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മം ശരിയല്ല. അതെന്താ വെച്ചാൽ ഉക്രൈനിലെ ഈ സമാധാനപ്രേമികളായ ജനങ്ങളുടെ രക്ഷ, അവരുടെ സുരക്ഷ ഞങ്ങൾ ഏറ്റെടുക്കും. 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, ഞങ്ങൾ വ്യോമ സഹായം നൽകും എന്ന് പറഞ്ഞാൽ വിമാനവും ആകാശത്തൂടെ സഞ്ചരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ആയുധങ്ങളും ഞങ്ങൾ കൊടുക്കും. പക്ഷേ ഞങ്ങൾ വന്ന് നിങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇൻ്റലിജൻസ്, നിങ്ങളുടെ നീക്കങ്ങൾ വളരെ കൃത്യമായി നിങ്ങളുടെ രഹസ്യമായി അന്വേഷിച്ച് നിങ്ങളുടെ താവളങ്ങൾ, കേന്ദ്രങ്ങൾ അത് കണ്ടെത്തുന്നത് ഒക്കെ ഞങ്ങൾ സഹായിക്കും. പക്ഷേ നേരിട്ട് യുദ്ധത്തിന് വരുന്നില്ല. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സംവിധാനത്തെ ആണ് നമ്മളിപ്പോൾ ഈ സുരക്ഷാ സേന എന്ന് വിളിക്കുന്നത്. അപ്പോൾ നാറ്റോയുടെ സുരക്ഷാ സേന ഉക്രൈനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ 10,000 സേന ഉക്രൈനെ ചെന്ന് സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്നം തിന്നുന്ന ആർക്കും മനസ്സിലാവും ആ യുദ്ധം ആർക്കെതിരാണ്. എന്നിട്ട് റഷ്യയോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്കെതിരല്ല, ഞങ്ങൾ ഉക്രൈനെ ഈ യുദ്ധകാലത്ത് സഹായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ പുച്ചിന് കാര്യം മനസ്സിലായി. വ്ളാദിമിർ പുച്ചിൻ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഒരു സൈന്യം, നിങ്ങൾ 10,000 വേണ്ട, ഒരു സൈന്യം വന്നിട്ട് എങ്ങാനും ഈ ഉക്രൈൻ്റെ മണ്ണിൽ ഇറങ്ങി എന്ന് കേട്ടാൽ ഉറപ്പിച്ചോളൂ, ഏതൊക്കെ അംഗരാജ്യങ്ങളാണോ നാറ്റോ സൈന്യത്തെ അയക്കുന്നത് ആ രാജ്യത്തെ ഓരോന്നിനെയും ഞങ്ങൾ നേരിട്ട് ആക്രമിക്കും. അപ്പോൾ ഈ പ്രഖ്യാപനം വന്നപ്പോൾ ഉണ്ടാകുന്നൊരു വലിയ വിപത്ത്, നേരത്തെ പ്രേമൻ പറഞ്ഞ പോലെ ഒരു ആഗോള യുദ്ധത്തിൻ്റെ, 3ാം ലോക യുദ്ധത്തിൻ്റെ ഒരു ഭീഷണിയായി മുഴങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ 32 രാജ്യങ്ങളും വളരെ ശക്തന്മാരാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ പഴയ പോലെ പരസ്പരം യുദ്ധത്തിന് വേണ്ടി സഹായിക്കാനുള്ള ഒരു യുദ്ധക്കൊതിയും അതിനുള്ള വേണ്ടി യുദ്ധവെറിയും യുദ്ധത്തിൻ്റെ ആവേശമൊന്നും ഈ രാജ്യങ്ങൾക്കില്ല. എങ്കിലും ഒരു നാറ്റോ എടുത്ത തീരുമാനം എന്ന നിലയിൽ 26 രാജ്യങ്ങളും ശരി ഞങ്ങൾ പിന്തുണക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 26 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 32 രാജ്യങ്ങളാണ് ആകെയുള്ളത്. 26 രാജ്യങ്ങൾ
പിന്തുണക്കുന്നു. 6 രാജ്യങ്ങൾ വേറിട്ട് നിൽക്കുന്നു. 6 രാജ്യങ്ങൾ വേറിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് അമേരിക്കയാണ്. അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ സൈന്യത്തെ ഒന്നും അയച്ചു തരില്ല, പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വ്യോമ സഹായം നൽകാം, ഇൻ്റലിജൻസ് സഹായം ചെയ്യാം എന്നാണ് അമേരിക്ക പറഞ്ഞു. അപ്പോൾ തന്ത്രപൂർവ്വം അമേരിക്ക നേരിട്ട് സൈന്യത്തെ അയക്കാത്തൊരു നിലപാടെടുക്കുന്നു. വേറൊന്ന്, ജർമ്മനി, ഈ കൂട്ടത്തിൽ ഏറ്റവും ശക്തവും സായുധവുമായ രാജ്യമാണ് ജർമ്മനി. ജർമ്മനി പറഞ്ഞിരിക്കുന്നു സൂക്ഷിക്കണം, ഇനി ഒരു 3 ഞങ്ങൾ ലോകമഹായുദ്ധങ്ങൾ അനവധി കണ്ടവരാണ്. ജർമ്മനി അറിയാലോ, 1-ാം ലോകമഹായുദ്ധത്തിലും 2-ാം ലോക യുദ്ധത്തിലും മുന്നേറിയവരാണ്, അവരനുഭവിച്ചവരാണ്. അതുകൊണ്ട് ഇനി ഒരു യുദ്ധക്കെടുതി കാണാൻ ഞങ്ങൾക്ക് വയ്യ. അതുകൊണ്ട് ലോകയുദ്ധം എന്ന് പറയുന്ന പണി ആലോചിച്ചു മതി എന്ന് ജർമ്മനി പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ബ്രിട്ടനും ഫ്രാൻസും ഉറച്ചു നിൽക്കുകയാണ്. റഷ്യക്കെതിരായി റഷ്യ നേരിട്ട് ആക്രമിച്ചാൽ പോലും ഈ ഒരു നാറ്റോ സൈനിക സന്നാഹവുമായി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇപ്പോൾ നാറ്റോ സഖ്യത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സഖ്യം പറയുന്നത് ഞങ്ങൾ നേരിട്ട് യുദ്ധം ചെയ്യില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾ ചെന്നിട്ട് ഉക്രൈനിയൻ സേനയ്ക്ക് പരിശീലനം കൊടുക്കും, ഞങ്ങൾ യുദ്ധം ചെയ്യില്ല. 2, ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആയുധങ്ങളുടെ കടത്ത്, അവശ്യ സാധനങ്ങളുടെ വരവ് പോക്ക്, ഗതാഗതം മുഴുവൻ ഞങ്ങൾ സഹായിച്ചു കൊടുക്കും, നിയന്ത്രിക്കും. 3-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, ഭരണകൂടത്തിൻ്റെ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, അതിൻ്റെയൊക്കെ സുരക്ഷ ഞങ്ങൾ ഉറപ്പുവരുത്തും, ഞങ്ങളത് ഏറ്റെടുക്കും. ഈ ഒരു ഘട്ടത്തിൽ ഒരു യുദ്ധം ഏതാണ്ട് ഉറപ്പാണ്. റഷ്യ നിവൃത്തിയില്ലാതെയാണെങ്കിലും ഗത്യന്തരമില്ലാതെയാണെങ്കിലും റഷ്യ പറഞ്ഞിരിക്കുന്നു. പക്ഷേ റഷ്യയെക്കുറിച്ച് അമേരിക്കയുടെ ഇൻ്റലിജൻസ് പറയുന്നത് അതൊരു തന്ത്രമാണ്, നാറ്റോ സഖ്യത്തെ പിന്തിരിപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ റഷ്യയുടെ ഈ വീമ്പളക്കൽ പ്രഖ്യാപനമെന്നാണ്. അല്ലാതെ ഈ നാറ്റോ സഖ്യത്തിൻ്റെ അംഗരാജ്യങ്ങളെ ആക്രമിക്കാനൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ റഷ്യ മുതിരുകയില്ല എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും യൂറോപ്യൻ യൂണിയൻ, ഇതിനകത്ത് നിന്ന് നാറ്റോ സഖ്യങ്ങളിൽ തന്നെ പെട്ട ഏതാനും രാജ്യങ്ങളാണല്ലോ യൂറോപ്യൻ യൂണിയൻ, ഒരു കറൻസി ബേസ്ഡ് ആയിട്ടുള്ള യൂണിയനാണ്. അതിനോട് ബ്രിട്ടൻ പോലും അനുകൂലിക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നാറ്റോ സഖ്യത്തിൻ്റെ പോക്കിനെ ബ്രിട്ടനും ഫ്രാൻസും പിന്തുണക്കുന്നത് കൊണ്ട് യൂറോപ്യൻ യൂണിയനിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിലല്ല, അതിനോട് കലഹിക്കുന്നവരാണ്. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ നാറ്റോ സഖ്യത്തിന് എതിരായി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വന്ന് തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം എന്താണ്? നാറ്റോയും റഷ്യയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അതൊരു ആഗോള യുദ്ധത്തിൻ്റെ സകലമാന ഭീഷണിയും ഉയർത്തും എന്ന കാര്യത്തിൽ ലോക നിരീക്ഷകന്മാർ മുഴുവൻ, ലോക മാധ്യമങ്ങൾ മുഴുവൻ ഇന്ന് ഏക സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം, നാറ്റോ അംഗരാജ്യങ്ങളുടെ മുഴുവൻ കയ്യിലും ആണവായുധങ്ങളുണ്ട്. 2, റഷ്യയുടെ കയ്യിൽ അതിലേറെ സമ്പന്നമായ ആണവശേഖരമുണ്ട്. അതുകൊണ്ട് ലോകം നിമിഷങ്ങൾ കൊണ്ട് ലോകം തകർക്കാനുള്ള മാരകായുധങ്ങളുമായിട്ടായിരിക്കും ഈ യുദ്ധം. 2-ാമത്തെ കാര്യം, ഈ രാജ്യങ്ങളൊക്കെ കയ്യിലാണ് ഏറ്റവും ലോകത്തിലെ എണ്ണയുടെയും പ്രകൃതി വാതകത്തിൻ്റെയും സമ്പന്നമായ ശേഖരമുള്ളത്. ഒന്നുകിൽ റഷ്യയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യങ്ങളുടെ കയ്യിലാണ്. ഒരു യുദ്ധം വന്നാൽ ഇതിൻ്റെ മുഴുവൻ എണ്ണ വില വർദ്ധിക്കുകയും ഗ്യാസിൻ്റെ വില വർദ്ധിക്കുകയും ലോകത്തിലെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്യും. 3-ാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ ലോകത്തിൽ വമ്പിച്ച ക്ഷാമമുണ്ടാക്കും, വമ്പിച്ച വിലവർധന ഉണ്ടാക്കും. ആഗോള സാമ്പത്തിക പ്രതിസന്ധി എന്ന വിപത്ത് പലപ്പോഴും ലോകം കണ്ട് കുറച്ചനുഭവിച്ചതാണ്. വലിയൊരു വിപത്തിലേക്ക് അത് നീങ്ങും. അങ്ങനെ ഒരു വലിയ വിപത്തിലേക്ക് ലോകം നീങ്ങുമോ? അങ്ങനെ അതിന് കാരണമായേക്കാവുന്ന ഒരു ആഗോള യുദ്ധമുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇന്ന് ലോകത്തിന് മുമ്പിലുള്ളത്. ആ ചോദ്യം തന്നെയാണ് ഇന്നത്തെ മാധ്യമങ്ങളുടെയും ചോദ്യം. നാളെ എന്ത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് നാളെ പറയാനേ സാധിക്കൂ. അത്രമേൽ സംഘർഷാത്മകമാണ് ഇന്നത്തെ ഈ സാഹചര്യം.